പണ്ട് എനിക്ക് തോന്നിയ പോലെ തന്നെ നിങ്ങൾക്കും തോന്നിയിട്ടില്ലേ? ഞാൻ ഒരു ഷെയറിൽ കയറുമ്പോൾ മാത്രം എന്തുകൊണ്ട് പ്രൈസ് താഴോട്ട് പോകുന്നു, ഞാൻ എക്സിറ്റ് അടിക്കുമ്പോൾ താണ്ട് കൃത്യമായിട്ട് താണ്ട് പ്രൈസ് മുകളിലോട്ട് പോകുന്നു. എന്തുകൊണ്ടാണെന്ന് ഒരു വട്ടമെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. എനിക്ക് ആ ഒരവസ്ഥ വന്നപ്പോഴത്തേക്ക് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളും ഞാൻ ചില കാര്യങ്ങൾ തിരുത്തിയപ്പോഴത്തേക്ക് എൻ്റെ ചിന്താഗതിയിൽ കുറച്ച് മാറ്റം വരുത്തിയപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് വ്യത്യാസം വന്നു. അത് ഞാൻ എൻ്റെ ഫാമിലിയോട് ഇപ്പം ഞാൻ ഷെയർ ചെയ്യാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത്രയേ ഉള്ളൂ. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എന്തുകൊണ്ട് നമ്മൾ കയറുന്ന സ്റ്റോക്ക് മാത്രം താഴോട്ട് പോകുന്നു? അങ്ങനത്തെ ഒരു സംഭവം എല്ലാവരും ശ്രദ്ധിച്ചിട്ടില്ലേ? ആരും പേടിക്കേണ്ട. അതിനെതിരായിട്ട് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന പലരും ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ട്രെൻഡിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും എൻട്രി എടുക്കുന്നത്. അതായത് ഒരു ഡൗൺ ട്രെൻഡിൽ ചെറിയൊരു എൻട്രി എടുത്തു പോകും. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഒരു വീക്ക്ലി ടൈം ഫ്രെയിമോ മന്ത്ലി ടൈം ഫ്രെയിമോ നമ്മൾ പ്രൈസ് ആക്ഷനിൽ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം ഒരു ഓവറോൾ ട്രെൻഡ്. അല്ലെന്നുണ്ടെങ്കിൽ മുകളിൽ താഴോട്ടുള്ളൊരു പോക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു എൻട്രി എടുക്കാതിരിക്കുക. സപ്പോർട്ടിൽ നിന്ന് പോകാൻ നേരത്ത് മാത്രം എൻട്രി എടുക്കുക. മനസ്സിലായോ? അപ്പം ട്രെൻഡ് നോക്കി അപ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ മാത്രം എൻട്രി എടുക്കുക. പ്രത്യേകിച്ച് ഇച്ചിരി ഹൊറിസോണ്ടലായിട്ട് ഈ ഒരു രീതിയിൽ ചാനൽ പോലെ പോവുകയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഡൗൺ ട്രെൻഡിൽ പിന്നെ വേറൊരു കാര്യം, ഈ ഒരു ട്രെൻഡിൽ ഇപ്പം നമ്മളൊരു ഹൊറിസോണ്ടലായിട്ട് നേരെ പൊക്കോണ്ടിരിക്കുക, മുകളിൽ നിന്ന് റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് താഴോട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻട്രി അങ്ങനെ എടുക്കാതിരിക്കുക. ഒരു മുകളിലോട്ട് സപ്പോർട്ടിൽ നിന്ന് മാത്രം എൻട്രി എടുക്കുക. അതാണ് ഫസ്റ്റ് പോയിന്റ്. മനസ്സിലായോ? രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്താണെന്നറിയോ? എന്തോ ആയിരിക്കും അത്? ഞാൻ തന്നെ പറഞ്ഞുതരാം. നമ്മൾ ഒരുപാട് ഹൈയിൽ നിന്ന് വാങ്ങിക്കാതിരിക്കുക. ഒരു ബ്രേക്ക് ഔട്ട് ഏരിയ ഇതാന്ന് വെച്ചോ, നമ്മൾ ഒന്ന് മണ്ടക്കോട്ട് പോയി ആ ഒരു ഏരിയ മേടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെന്നുണ്ടെങ്കിൽ താഴോട്ട് വരുന്നു, ഇവിടെ ഒരു റീടെസ്റ്റ് എടുക്കാൻ നമ്മൾ റീടെസ്റ്റിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവിടെ വെച്ച് മേടിക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല. ഒരുപാട് മുകളിൽ കയറിയിട്ട് ചാടി കയറി മേടിച്ചാൽ എന്ത് പറ്റും? അവിടെ നിന്നൊരു റീട്രേസ്മെന്റ് പോലെ പിന്നെ അത് താഴോട്ട് വന്നിട്ട് പിന്നെ ആയിരിക്കും മുകളിലോട്ട് പോകുന്നത്. കാരണം ഒരു റോക്കറ്റ് പോലെ ഒരു മുകളിലോട്ട് മാത്രമായിട്ടായിരിക്കത്തില്ല ഒരു ഷെയറും പോകുന്നത്. നിങ്ങളൊരു ചാർട്ട് എടുത്ത് വെച്ച് നോക്കിയേ, ആ ഒരു ചാർട്ട് മൊത്തം ഇങ്ങനെ പോയി ഇങ്ങനെ ചരിഞ്ഞ് പോയി നേരെ പോയി അങ്ങനെ പല രീതിയിലായിരിക്കും വരുന്നത്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഹൈയിൽ നല്ല രീതിയിൽ ഒരു അപ്പ് മൂവ്മെന്റ് കിട്ടുമ്പോഴത്തേക്ക് ചാടി കയറാതിരിക്കുക. മനസ്സിലായോ? അപ്പം ആ കാര്യത്തോട് ആലോചിച്ച് നോക്കുക. പിന്നെ ഏതൊരു എൻട്രി എടുത്താലും സ്റ്റോപ്പ് ലോസ് വലിക്കുക. അപ്പം ഞാൻ പറഞ്ഞല്ലേ, എന്തൊക്കെ നമ്മൾ നോക്കിയെന്ന് പറഞ്ഞാലും നമ്മുടെ വ്യൂസ് ചെറിയ രീതിയിൽ നമുക്ക് തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം വ്യൂ തെറ്റിയെന്ന് പറഞ്ഞാലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റോപ്പ് ലോസ് ഉള്ളത്. അപ്പം നമ്മളൊരു എൻട്രി എടുക്കുന്നു. ഇപ്പോൾ ഞാൻ പറയാം, കുറേ മുകളിൽ പോയെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, അവിടെ ചിലപ്പോൾ ഒരു നല്ലൊരു എൻട്രി പോയിന്റ് കിട്ടിയേക്കും. പക്ഷെ എന്നിരുന്നാലും സ്റ്റോപ്പ് ലോസ് ഫോളോ ചെയ്യുക. റിസ്ക് എപ്പോഴും കുറച്ച് വെക്കുക. അതായത് മറ്റേ റിസ്ക് ഒരു 10% പ്രോഫിറ്റ് 1% വെച്ചിട്ട് കയറാതിരിക്കുക. നമ്മുടെ പ്രോഫിറ്റ് നല്ലതും റിസ്ക് വളരെ കുറച്ചും. റിസ്ക് എപ്പോഴും മിനിമലായിട്ടിരിക്കുമ്പോൾ മാത്രം എൻട്രി എടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം. ഒന്ന്, എന്ത് ചെയ്യണം? നമ്മുടെ വീഡിയോ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ കാര്യം, ഒന്ന് നല്ലൊരു ട്രെൻഡ് മാത്രം, നല്ലൊരു അപ് ട്രെൻഡ് മുകളിലോട്ട് പോകുന്ന സമയത്ത് മാത്രം എൻട്രി എടുക്കുക. രണ്ടാമത്തെ പോയിന്റ് എന്താ? ഒന്ന് ആലോചിച്ച് നോക്കി. എന്താ പറഞ്ഞത്? ഒരുപാട് മുകളിൽ ചാടിക്കേറി മേടിക്കാതിരിക്കുക. മനസ്സിലായല്ലോ? ഒരു താഴ്ന്ന ഒരു ലെവലിൽ നിന്ന് മാത്രം ബൈ ചെയ്യുക. അല്ലെങ്കിൽ നല്ലൊരു എൻട്രി പോയിന്റിൽ മാത്രം ബൈ ചെയ്യുക. അതാണ് സെക്കൻഡ് പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, സ്റ്റോപ്പ് ലോസ് വെച്ചാൽ നമ്മുടെ എന്തൊക്കെ വ്യൂ തെറ്റിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കും. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കി. മനസ്സിലായോ? നമ്മുടെ ലോസ് എപ്പോഴും പ്രിവെന്റ് ചെയ്യാൻ സ്റ്റോപ്പ് ലോസ് വെക്കണം. അപ്പം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ? ഇത്രയും പ്രശ്നങ്ങളേ ഉള്ളൂ. നമ്മളിതൊന്ന് പരിഹരിച്ച് നോക്കുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഒന്നുകൂടെ ഓക്കെ ആയിരിക്കും. നമ്മുടെ വ്യൂ തെറ്റിയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇപ്പോൾ ഇതെല്ലാം പാലിച്ചെന്ന് പറഞ്ഞാൽ 100% 100 സ്റ്റോക്കും അല്ലെ 10 സ്റ്റോക്കും പ്രോഫിറ്റ് അടിക്കണമെന്നില്ല. പക്ഷേ നമ്മുടെ റിസ്ക് മാനേജ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പല വീഡിയോസിൽ നമ്മൾ പലതും പറയുന്നുണ്ട്, പല കാര്യങ്ങളും പറയുന്നുണ്ട്. സൈക്കോളജിയുടെ കാര്യം, നമ്മുടെ ഒരു എൻട്രിയുടെ കാര്യം, എല്ലാ കാര്യവും നമ്മൾ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഈ ഒരു വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. അപ്പം നന്നായിട്ട് ട്രേഡ് ചെയ്ത് നന്നായിട്ട് പ്രാക്ടീസ് നല്ലൊരു ട്രേഡർ ആകുക. എനിക്ക് നിങ്ങളുടെ കഴിവ് വിശ്വാസമുണ്ട്. ചോദ്യം, നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിൽ വിശ്വാസമുണ്ടോ? നിങ്ങൾ എന്തുമാത്രം സമയം നിങ്ങളുടെ കഴിവ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യമാണ്. മനസ്സിലായോ? അപ്പം നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു ട്രേഡർ ആകാൻ പറ്റും. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നല്ല രീതിക്ക് ട്രേഡ് ചെയ്ത് തന്നെ പഠിക്കുക. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പം മറ്റൊരു വീഡിയോ കാണാം.